പാത്രത്തിൽ ഉപ്പിലിട്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപരനാണ്. ഒറിജിനലെ വെല്ലാൻ ഇവന് സാധിക്കത്തില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കശുവണ്ടിപ്പരിപ്പ് നടുവേ കീറി അതും റെഡിയാക്കി. നമ്മുടെ കഥയിലെ താരം മാക്രോണിയാണ് കേട്ടോ. ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. ഞങ്ങളിങ്ങനെ ഹോൾ മാക്രോണി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കുക്കറിലിട്ടു നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വെള്ളത്തിൽ ആക്കി ഒന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിലാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. 3 വിസിലടിച്ച് പ്രഷറൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവനെ ഒന്ന് തുറന്ന് മാറ്റി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം അവന്റെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറി ഈ പരുവത്തിലായി നല്ല വെന്തിരിപ്പുണ്ട്. അപ്പം ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പാലാണ് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെന്ന് എനിക്കറിയാം. പാല് ചേർത്തുമ്പം ഇവന്റെ ആ ഒരു രീതിയൊക്കെ അങ്ങ് മാറും കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ഇവന് എന്താണ് സാധനം എന്നുള്ളത്. അതിനുശേഷം നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്താണ്. അത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, കുറച്ച് ഉപ്പ് അതിൻ്റെ അകത്തോട്ടൊന്ന് ആഡ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ നെയ്ക്കകത്ത് വറുത്തെടുത്ത കശുവണ്ടിപ്പരിപ്പ് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു മേശയ്ക്ക് ചുറ്റിനും ഇരിക്കുക, എല്ലാവരും കഴിക്കുക. മാക്രോണി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്ന് തന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്കും നമ്മൾ പായസം കൊടുത്തു. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് മിൽക്കേക്കും ചെറിനും കൂടെ പായസം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടോട്ട് പോയി. കുഞ്ഞുവാവയൊക്കെ കളിപ്പിച്ച് അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു.